ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് ആൻഡ് ഹനൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരം വാങ്ങുന്ന നല്ല കിടിലം വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. മഴക്കാലമായാൽ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണല്ലോ തുണികളിലും നമ്മുടെ വീടുകളിലും ഒക്കെയുള്ള ദുർഗന്ധം. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുവാനുള്ള നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മഴക്കാലത്ത് നമ്മൾ എത്ര ഉണക്കി മടക്കി വെച്ചാലും തുണികൾക്കൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരുമല്ലോ. അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടി നല്ലൊരു ടിപ്സാണ്. അതിനായി ഞാനൊരു സാനിറ്ററി പാഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കംഫോർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സാനിറ്ററി പാഡ് എടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ ഈ കംഫോർട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ കംഫോർട്ട് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് പെർഫ്യൂംസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ കംഫോർട്ട് നല്ല രീതിയിൽ ഇതിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. കംഫോർട്ടിൻ്റെ സ്മെല്ലാകുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഈ സാനിറ്ററി പാഡിൻ്റെ എല്ലായിടത്തും നല്ല രീതിയിൽ ആവുന്ന വിധം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ ബാഡ് സ്മെല്ലുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എങ്ങനെയല്ലെന്ന് അല്ലേ? എന്നിട്ട് ഞാൻ ഇത് 4 ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കർ മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നേരെ നമ്മൾ തുണികളൊക്കെ മടക്കി വെക്കുന്ന അലമാരയിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ അലമാരയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. നിങ്ങൾക്ക് കംഫോർട്ടിന് പകരം പെർഫ്യൂമും ഉപയോഗിക്കാം. ഒരു പീസ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ അടിയിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ ഇതിൻ്റെ സ്മെല്ല് വേണ്ടത് അവിടെയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്താൽ നമ്മൾ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇതുപോലെ കുറച്ച് ദിവസം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്മെല്ല് പോകുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കംഫോർട്ട് അല്ലെങ്കിൽ പെർഫ്യൂം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ പഴയതുപോലെ സ്മെല്ല് കിട്ടും. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ഷൂ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പാഡില്ലാതെ ഷൂ ഇട്ട് പോവുകയാണെങ്കിൽ കാല് നല്ല രീതിയിൽ വേദന എടുക്കും. ഈ സ്കൂൾ ഷൂ ഒക്കെ നമ്മൾ കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാഡൊക്കെ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സാനിറ്ററി പാഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ഷൂവിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇടുകയാണെങ്കിൽ കാലിൻ്റെ വേദനകൾക്കൊക്കെ നല്ലൊരു ശമനം കിട്ടും. കുഞ്ഞു മക്കളുടെ ഷൂവിലൊക്കെ ഇതുപോലെ ചെയ്താൽ അവർക്കൊരു വേദനയ്ക്ക് നല്ലൊരു ശമനമായിരിക്കും. ഇതുപോലെ ഇത് ചെയ്തെടുത്താൽ നല്ല വൃത്തിയിൽ നിൽക്കുകയും ചെയ്യും. നല്ലൊരു ഷൂവിൻ്റെ പാഡ് മാതിരി നിൽക്കുകയും ചെയ്യും. ഇനി ജെൻസിൻ്റെ ഷൂ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ പാഡില്ലാത്ത ഷൂ ആണെങ്കിൽ ഒരു സാനിറ്ററി പാഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുക്കാം. ഷൂവിൻ്റെ ബാഡ് സ്മെല്ല് പോവാൻ കംഫോർട്ടാക്കിയ ഒരു സാനിറ്ററി പാഡ് എടുത്ത് ഇതുപോലെ ചെയ്തതിന് ശേഷം അത് ഷൂവിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുവിധം ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാൻ മുറിച്ചെടുത്ത ഒരു സാനിറ്ററി പാഡ് ബാത്റൂമിൻ്റെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. കിച്ചണിലും ഇതുപോലെ ട്രൈ ചെയ്യാം. കിച്ചണിൽ ബാഡ് സ്മെല്ലുള്ള പാത്രം കഴുകണ അവിടെയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. നമ്മൾക്ക് ഇനി ബാത്റൂമിൽ വെക്കുമ്പോൾ ആളുകൾ കാണാത്ത രീതിയിൽ വെക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ ബാത്റൂമിൻ്റെ സ്മെല്ലും പോയി കിട്ടും. ഇനി ഞാനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ടീഷർട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കക്ഷത്തിൻ്റെ അവിടെയൊക്കെ ഒരു വിയർപ്പിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ലേ? ചില ആളുകൾക്ക് നല്ല വിയർപ്പിൻ്റെ പ്രശ്നമുണ്ടാവും. അങ്ങനെ വിയർക്കുന്നവർക്ക് അതിൻ്റെ ബാഡ് സ്മെല്ല് പോയി കിട്ടുവാൻ ഇതുപോലെ ഒന്ന് ചെയ്താൽ നല്ല സ്മെല്ലായിരിക്കും. ഒരു സാനിറ്ററി പാഡിൻ്റെ അതിൻ്റെ
സ്റ്റിക്കറുള്ള ഭാഗം കളഞ്ഞതിന് ശേഷം നമ്മുടെ കക്ഷത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം ബാഡ് സ്മെല്ലിനൊക്കെ വിയർപ്പിൻ്റെ മണത്തിനൊക്കെ ആശ്വാസം കിട്ടും. ഇതിൽ കംഫോർട്ടിന് പകരം പെർഫ്യൂം ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിയർപ്പിൻ്റെ സ്മെല്ല് ഉണ്ടാവുകയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു പാഡ് എടുത്തിട്ട് ഒരു വെള്ളത്തിൽ നല്ല രീതിയിൽ മുക്കിയെടുക്കുന്നുണ്ട്. സാനിറ്ററി പാഡ് നല്ല രീതിയിൽ കുതിർത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇത് നേരെ ഫീസറിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഫീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ആവാൻ വെക്കണം. ഇതുപോലെയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഫീസർ ഇതുപോലെ വെച്ചതിന് ശേഷം ഫീസർ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടണം. അത് 1 മണിക്കൂർ സെറ്റ് ആവുമ്പോഴേക്കും അടുത്ത ടിപ്പ് നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ കിച്ചണിൽ മീനൊക്കെ പൊരിക്കുമ്പോൾ ആ സ്മെല്ല് ആകെ പരന്ന് പിടിക്കുമല്ലോ. ആ സ്മെല്ലൊന്ന് ഒഴിവായി കിട്ടാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കംഫോർട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. നമ്മൾ കംഫോർട്ട് തിളപ്പിക്കാൻ വേണ്ടി കുക്ക് ചെയ്യുന്ന പാൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്തെടുത്ത കംഫോർട്ട് തിളക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും. ശരിക്കും ഒരു റൂം ഫ്രഷ്നർ പോലെ തന്നെയായിരിക്കും വർക്കാവുന്നത്. ഇതുപോലെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എവിടെയാണോ ബാഡ് സ്മെല്ല് ഉള്ളത് അവിടെയൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇതിലെ ചൂട് ആവി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വീടിൻ്റെ മൊത്തവും. അപ്പോൾ വലിയ വില കൊടുത്ത് റൂം ഫ്രഷ്നർ ഒന്നും വാങ്ങണ്ട. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മീനൊക്കെ പൊരിക്കുന്ന ചട്ടിയിലായിരുന്നു കംഫോർട്ട് തിളപ്പിച്ചിരുന്നത്. അപ്പോൾ ആ കംഫോർട്ട് തിളപ്പിച്ച പാനിലോട്ട് ഞാൻ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും കംഫോർട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാത്ത പാത്രം എടുക്കാൻ നോക്കണം. അല്ല, നിങ്ങൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലാണ് തിളപ്പിച്ചെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പാത്രത്തിൻ്റെ കംഫോർട്ടിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും. ബേക്കിംഗ് പൗഡറിലേക്ക് നാം വിനീഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ കാരണം ഇങ്ങനെ സംഭവിക്കും. ഇതുപോലെ നല്ല രീതിയിൽ പതങ്ങി പൊങ്ങി വരും. അത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു സ്പൂൺ കൊണ്ട് തളിച്ചു കൊടുക്കാം. ഇത് നല്ല രീതിയിൽ എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളപ്പിച്ച് കൊടുക്കുമ്പോൾ നാരങ്ങയുടെ തൊലി, നമ്മൾ യൂസ് ചെയ്ത നാരങ്ങയുടെ തൊലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് തിളപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടിയിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി 1 മണിക്കൂറിന് ശേഷം ഞാൻ ഈ പാഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പാഡൊക്കെ നല്ല രീതിയിൽ ഐസായി വന്നിട്ടുണ്ട്. ഈ സാനിറ്ററി പാഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു മക്കൾ ഓടി വീഴുകയോ എവിടെയെങ്കിലും തലയോ കാലോ തട്ട് മുട്ട് ഒക്കെ ചെയ്യുമ്പോൾ മുയക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഐസ് കട്ട എടുത്ത് വെച്ച് കൊടുക്കാറല്ലേ ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോട്ടൺ തുണിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ ഐസ് ആവുകയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സാനിറ്ററി പാഡിലാക്കി എടുക്കുകയാണെങ്കിൽ വെള്ളമൊന്നും താഴോട്ട് പോവുകയുമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് അവതരിപ്പിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും എഴുതി അറിയിക്കുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബായ്.